ഹലോ പീപ്സ്, ഇന്നത്തെ ഈ നടപ്പിൻ്റെ ഉദ്ദേശം കുറച്ച് ക്രിസ്മസ് കാർഡ്സ് മേടിക്കാനാണ്. ക്രിസ്മസ് കാർഡ്സ് അല്ലെങ്കിൽ നൊസ്റ്റാൾജി ആണല്ലോ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കുറച്ചുകൂടി മുമ്പിലോട്ട് ചെന്നിട്ട് പറയാം. റോഡാണ്, വണ്ടികളുണ്ട്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ബൈ. ഹേയ് പീപ്സ്, ഇത് 20th ഡിസംബർ. അന്നൊരു ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാൻ പോയിട്ട് അത് നടന്നില്ല, സക്സസ്ഫുള്ളി ഫെയിലിയറായി. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തൂരാണ്, വിച്ച് ഇസ് നിയർ ടു കഴക്കൂട്ടം. പിന്നെ ക്രിസ്മസ് കാർഡ് വാങ്ങി വൈകിട്ട് ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, അവർക്കത് കൊടുത്ത് പിന്നെ വൈകിട്ടത്തെ ഫൈനൽ കരോൾ റൗണ്ടോടെ കണ്ടിട്ട് വരിക എന്നുള്ളതാണ്, കണ്ടിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ അജണ്ട. സോ ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടത്തുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു ഭയങ്കര പേര് കേട്ട ഒരു ബുക്ക് സ്റ്റോപ്പിലേക്കാണ്. ഐ മീൻ സ്റ്റേഷനറി ഷോപ്പ്. അതിൻ്റെ പേര് എന്താണ്, നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ബൈ ക്രിസ്മസ് കാർഡ് ഫെയിലായെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഞാൻ മേടിക്കാൻ ചെന്നപ്പോഴത്തേനും സ്റ്റോക്ക് ഔട്ടായി. ക്രിസ്മസ് കാർഡ്സ് ഇല്ല, ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനത്തെ കാർഡ്സൊക്കെ ഉള്ളു. സോ അതുകൊണ്ട് എഫേർട്ട് നിഷ്പ്രഭമായി. ഞാൻ അതിനകത്തു നിന്നൊരു പെയിൻറ്റ് ചെയ്യേണ്ട ഒരു ബ്രഷും പിന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കണ്ടപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടു, ഈ വിളയിൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കണ്ടു, അതുമാണ് മേടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാണ് പോകുന്നത്. വിളിച്ചു ചോദിച്ച് കൺഫർമേഷൻ എടുത്തു. ക്രിസ്മസ് കാർഡ് സ്റ്റോക്കിലുണ്ടോ, അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ആണിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുന്നത്. സോ ഇന്ന് കിട്ടുമോയെന്ന് അറിയാം. കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട്. ഞാനിത് എല്ലാ വർഷവും ഒരു റിച്വൽ പോലെ ചെയ്യുന്നതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഞാൻ തവണ മേടിക്കുന്നത്. ഇപ്രാവശ്യം ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ ദ പോസ്റ്റ് ബോക്സ്, ആ ഒരു പെട്ടിക്കകത്ത് നമുക്ക് കാർഡ്സ് ഇടായിരുന്നു, പോസ്റ്റ് കാർഡ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഇൻലൻഡ് ഇടുന്ന ആ ബോക്സ് ഇപ്പം നോ ലോങ്ങർ ആ സർവീസ് ഇപ്പം നിർത്തിയിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ചെന്ന് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അതിപ്പോൾ സ്റ്റിൽ ഉണ്ടോ, എടുക്കുമോ അങ്ങനെ, അതോ ഇനി സ്പീഡ് പോസ്റ്റായിട്ട് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. സോ അതൊക്കെ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇനി ഒരു 100 മീറ്റേഴ്സിൽ ഞാൻ ഷോപ്പിലെത്തും. അവിടെ പോയി മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. അങ്ങനെ കാർഡ്സ് കിട്ടി. ഇനി അടുത്ത ചടങ്ങെന്ന് വെച്ചാൽ ഇത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ അഡ്രസ്സൊക്കെ എഴുതി അതൊക്കെ ഇനി കണ്ടുപിടിക്കണം എവിടേക്കാണ് സേവ് ആക്കി വെച്ചേക്കുന്നത്. എനിക്ക് ഞാൻ നോട്ട് പാഡിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് എഴുതി പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇനി അതിലേക്ക് കടക്കാം. അതിനുള്ള ടൈമായിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹം അനുസരിച്ച് 24th മുമ്പേ എല്ലാവരുടെയും വീടുകളിൽ ഇത് എത്തണം എന്നാണ്. അത് പറ്റും. നമ്മുടെ സ്പീഡ് പോസ്റ്റ്, ഇന്ത്യ പോസ്റ്റിന് അത് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ വീട്ടിലേക്ക് നടക്കാൻ പോവാണ്. അത് ഞാൻ കാണിച്ച് വർദ്ധിക്കുന്നില്ല. പക്ഷെ അധികം ഉണ്ട് നടക്കാൻ. അതൊരു 15 മിനിറ്റ് ദൂരം. അപ്പോൾ ഇനി അടുത്തത് എഴുത്തും പോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് കാണാം. ബൈ. എൻ്റെ ഫ്രണ്ട്സ് മാനസ്, ഗായത്രി, അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അവരുമായിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റ ഈ ഫോട്ടോ ബൂത്ത്. ഇവിടുന്ന് ഞങ്ങൾ 3 പേരും കൂടിയുള്ളൊരു ഫോട്ടോ എടുക്കണമെന്ന് നല്ല ആഗ്രഹം. ഇന്ന് അവരെ കണ്ട് അവർക്ക് ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്ത് ഒരു സർപ്രൈസ് അയച്ച്, സർപ്രൈസ് ആയിരിക്കത്തില്ലായിരിക്കും, കാര്യം ഞാനത് യൂഷ്വലി കൊടുക്കുന്നതുകൊണ്ട് അത്ര സർപ്രൈസ് ആണില്ല. ബട്ട് അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബാക്കി ഞാൻ എടുക്കുന്നില്ല, അവർ ഇച്ചിരി ഇമോഷണൽ ആവും ചിലപ്പോൾ.
നാളത്തിന് എല്ലാ കാർഡ്സും റെഡിയാണ്. അഡ്രസ്സൊക്കെ ഞാൻ അപ്പുറത്തെ വശത്ത് എഴുതിയിട്ടുണ്ട്. സോ ഇനി നാളെ ഒരു വർക്കിംഗ് ഡേ ആണ്. നാളെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. പോസിബിളി ഇഫ് യെസ്. നാളെയെന്ന് വെച്ചാൽ 22nd of December. 10 കാർഡ്സ് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 എണ്ണം കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഒരു 6 കാർഡ്സാണ് ലെഫ്റ്റ്. അത് വേണം ഇനി പോസ്റ്റ് ചെയ്യാനായിട്ട്. സോ യെസ്, സോ ടുഡേ ഇസ് 22nd December. ഇന്ന് പോസ്റ്റ് ചെയ്യും. ഒരു എല്ലാം വിതിൻ കേരളയാണ്. അപ്പോൾ വിതിൻ ഒരു 2-3 days, അതായത് ക്രിസ്മസിന് മുമ്പ് തൊട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും ബാക്കി കാണിക്കാൻ പോകുന്നത്. ബൈ. ഇത് ഒട്ടിക്കണം. ഒട്ടിച്ച് ബോക്സിലിടുക. ബോക്സിലിടാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ബോക്സിലിടാം. എല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞു പ്ലീസ്. അപ്പോൾ ലക്ഷ്യം പൂർത്തിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് പോസ്റ്റ് ചെയ്തു. ഒരു 2 ദിവസം എടുക്കുമായിരിക്കും കിട്ടാൻ. എല്ലാം ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തട്ടെ. സ്റ്റാമ്പൊന്നും ഇളകിപ്പോവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി നേരെ ഓട്ടോ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് അടുത്ത പരിപാടി. എല്ലാവർക്കും അപ്പോൾ ഇൻ അഡ്വാൻസ് ഒരു ഹാപ്പി ക്രിസ്മസ്. ഇഫ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഒരു 25-ാം തീയതി ആണെങ്കിൽ ഹാപ്പി ക്രിസ്മസ് എവരി വൺ. ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസസ് കൊടുത്ത് മറ്റുള്ളവർക്കൊരു സന്തോഷം കിട്ടുന്നത് ചെറിയൊരു ചാർലിത്തരമാണ്. എനിക്ക് പക്ഷേ ഇഷ്ടമാണ്. എല്ലാ വർഷവും ഞാനിത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വർഷം ഫസ്റ്റ് ടൈം ഞാനിതൊരു വ്ളോഗ് ആക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി. അല്ല, ഇപ്രാവശ്യത്തെ വെറൈറ്റി. അപ്പോൾ നിങ്ങൾക്കും പറ്റുന്ന പോലെ ഇതൊരു വളരെ ചെറിയൊരു മൈന്യൂട്ട് ഹാപ്പിനെസ്സാണ്. പക്ഷേ നമ്മളുടെ ആ കാർഡ് കിട്ടുന്ന ഒരാൾക്ക് അപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. നമ്മളുടെ ഇങ്ങനത്തെ പഴയ കുറേ കാര്യങ്ങൾ സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് റീലിവ്. അത് നമ്മളുടെ ഈ ജനറേഷൻ മറന്നു പോകുന്നുണ്ടെങ്കിലും ഒരു വാട്സാപ്പ് മെസ്സേജോ വാട്സാപ്പിൽ അയക്കുന്ന ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് പോലെയല്ല ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൈ കിട്ടുമ്പോൾ സന്തോഷം. അത് വേറെ തന്നെയാണ്. അത് നമുക്ക് 90s കിഡ്സിനായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് റിലേറ്റബിൾ ആകും. സോ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു 3-4 ദിവസത്തെ എഫേർട്ടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റാണ് കാർഡ് കിട്ടിയത്. പക്ഷേ വിതിൻ കാർഡ് കിട്ടിയ 2 ദിവസത്തിനകം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ വിത്ത് ദിസ് ഐ വൈൻഡ് അപ്പ് ദിസ് മിനി വ്ളോഗ്. ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഒരു ലൈക്ക് അടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനി ഇഷ്ടമായെങ്കിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വിത്ത് ദാറ്റ് ഐ വിൽ ബി സൈനിങ് ഓഫ്. ബൈ പീപ്സ്. ദിസ് ഇസ് യുവർ ഓവർ തിങ്കർ പൈസിയൻ. ബൈ.